ഹലോ, ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നാളത്തെ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിതൊരു മറുനാടൻ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്താലോ? മറ്റൊന്നുമല്ല, ഒരു കൊറിയൻ ഫ്രൈഡ് ചിക്കനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചെറിയ മധുരവും പുളിയും എരിവും ഒക്കെ ഒത്തുചേർന്ന ഈ അടിപൊളി ക്രിസ്പി ഫ്രൈക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സ്നാക്കായിട്ടോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമുക്ക് നമ്മുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്കിന്നോട് കൂടിയ ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആദ്യമായിട്ട് ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലപോലെ പൊടിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, നമ്മൾ ചേർക്കാനായിട്ട്. മിക്സ് ചെയ്യുമ്പോഴും ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പല ഭാഗത്തായിട്ട് ഇത് പിടിച്ചിരിക്കും, ഉപ്പൊക്കെ പല ഭാഗത്തായി പോകും. ഇനി അടുത്തായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒത്തിരി ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിന് ഉപ്പുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഫ്ലോറും നമ്മുടെ കുരുമുളക് പൊടിയും ചിക്കൻ സ്റ്റോക്കും എല്ലാം കൂടെ നന്നായിട്ട് ഈ ചിക്കനിലൊന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ എണ്ണ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യണം. നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലൊരു ഫ്ലേവർ കിട്ടത്തില്ല. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മളിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വരട്ടെ. നമ്മുടെ ഈ കൊറിയൻ ചിക്കൻ എന്ന് പറയുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മളിപ്പം ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, പിന്നെ നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഈ കൊറിയൻ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് നോക്കിയിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് ഈ ചിക്കന്. ഇപ്പം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അത് ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത് ഒന്നും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു റൗണ്ട് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറാനായിട്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് ശരിക്കും കൊറിയൻസ് ഇത് ഫ്രൈ ചെയ്യുമ്പം അവരുടെ ഒരു ഹോട്ട് പെപ്പർ സോസായിട്ട് ഒരു ഗോചുജാങ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിന് പകരം നമ്മുടെ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഇനി കുറച്ച് ബാക്കി ഈ സോസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൽ ബബിൾസ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോസിനകത്ത് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ എണ്ണ ചൂടാക്കിയതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇതിപ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ പുറം ഭാഗം മാത്രമേ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സ്റ്റീംഡ് ആയിട്ടിരിക്കും. അപ്പോൾ ആ സ്റ്റീംഡ് ആയിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൊറിയൻ ഫ്രൈസ് എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റോളം ഇട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഞാനിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സോസ് ഉണ്ടല്ലോ, അതിലേക്കിട്ട് നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ ഒന്ന് സീസൺ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് സീസൺ ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് കോട്ട് ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ ഈ സോസ് ഉണ്ടല്ലോ, ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പറ്റിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ്. നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയ എരിവും ചെറിയ മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. നല്ലപോലെ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഈ സോസൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കനിലേക്ക് നല്ല പോലെ കോട്ട് ചെയ്ത് പിടിക്കുന്നത് പോലെ. അപ്പം നമ്മളിതെല്ലാം നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ള് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിന് നല്ല ഭംഗിയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രഞ്ചി ആൻഡ് ക്രിസ്പി കൊറിയൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ട് റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.